വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ദഹി വട അല്ലെങ്കിൽ നമ്മുടെ തൈര് വട എന്നൊക്കെ പറയുന്നത് അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഉഴുന്ന് ഞാനൊരു 2 ഗ്ലാസ് ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഉലുവായും ചേർത്തിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൽ കുതിർക്കുന്ന സമയത്ത് തന്നെ അതിനകത്ത് ഒരുമിച്ച് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് നമ്മൾ മിക്സിയിൽ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം കൂടുതൽ ചേർക്കരുത്, ജസ്റ്റ് അരയാൻ വേണ്ടി മാത്രം. അതിപ്പോൾ ഒരു തവണ അരച്ചിട്ട് ശരിയായില്ലെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് അരയ്ക്കുക, അങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഞാൻ തണുത്ത വെള്ളമാണ് ഉപയോഗിച്ചത്. മിക്സിയുടെ ഇതും കൂടി ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പെട്ടെന്ന് ചൂടാവാതിരിക്കാനാണ് ഞാൻ തണുത്ത വെള്ളത്തിലാണ് അരച്ചെടുത്തത്. അപ്പോൾ അത് അരച്ചെടുത്തു. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെ അറിയാം? ആ അരച്ചത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ നോർമൽ വെള്ളത്തിലേക്ക് ഇട്ട് നോക്കിയാൽ അത് ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നന്നായിട്ട് എയറൊക്കെ കയറിയിട്ടുണ്ട്. എയർ കയറിയാൽ മാത്രമേ ഈ വട നന്നായിട്ട് വീർത്ത് സോഫ്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ ചെയ്തു. അപ്പോൾ ഓക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ അത് ഫ്രൈ ചെയ്തു. എണ്ണയിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത്. അതിനകത്ത് ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ഒരു പരന്ന പാത്രത്തിൽ വെള്ളം, അതായത് തിളയ്ക്കേണ്ട ആവശ്യമില്ല, പക്ഷെ എന്നാൽ കൈ നമുക്ക് വെക്കാൻ അങ്ങനെ അത് അത്രയും ചൂടുണ്ടാവണം. കൈ വെച്ചാൽ നമുക്ക് എടുക്കണം എന്ന് തോന്നുന്ന രീതിയിൽ ചൂടുണ്ടായിരിക്കണം. അതിനകത്തേക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കായത്തിൻ്റെ പൊടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഈ വട അതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് എത്ര വടയാണ് ദഹി വടയ്ക്ക് നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും വട ആ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് അതിന് മുകളിൽ ഒരു പാത്രം വെച്ച് ഇങ്ങനെ മൂടി വെച്ചേക്കുക. അപ്പോൾ അത് ഈ വെള്ളമൊക്കെ ഇത് വലിച്ചെടുക്കും. വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ വട നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിന് പിഴിഞ്ഞൊന്ന് മാറ്റണം. പിഴിയാന്ന് വെച്ചാൽ നമ്മൾ വളരെ പ്രസ് ചെയ്തിട്ടല്ല, എന്നാൽ ഒരുവിധം അതിൽ നിന്ന് വെള്ളമൊക്കെ ഊറ്റി കളയുന്നില്ല. വെള്ളം പോകുന്നതോടൊപ്പം തന്നെ അതിനകത്ത് അബ്സോർബ് ചെയ്ത ആ എണ്ണയും കൂടി പുറത്തോട്ട് പോവും, ആ വെള്ളത്തിലേക്ക് പോവും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എണ്ണ അധികം നമ്മുടെ ശരീരത്തിലേക്ക് എത്തില്ല. അത് ഇതിനകത്ത് ഒത്തിരി എണ്ണ കുടിക്കുന്നതായിട്ട് എനിക്കും തോന്നിയായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തപ്പോൾ എണ്ണയൊക്കെ മാറി. അതിന് ശേഷം നമ്മൾ തൈര് നന്നായിട്ട് വിസ്ക് ഉപയോഗിച്ചിട്ട് ഇച്ചിരി പഞ്ചസാര, 1 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒരു ക്രീമി രൂപത്തിൽ എടുക്കുക. അതിന് ഈ വട സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മീതെ ഒഴിച്ച് എല്ലാം ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഒഴിച്ച് അതിന് മുകളിലേക്ക് ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടുള്ളത് 2 തരം ചട്നികളാണ്. ഒന്ന് ഖജൂർ എന്ന് പറയുന്ന നമ്മുടെ ഡേറ്റ്സിൻ്റെ ഒരു ചട്നിയുണ്ട്, അതും അതുപോലെ തന്നെ ഒരു ഹര ചട്നി, മല്ലിയിലയും ഒക്കെ ചേർത്തിട്ടുള്ള വേറൊരു ചട്നിയുണ്ട്. ഇത് രണ്ടുമാണ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഒന്ന് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുളകിൻ്റെ പൊടി, അതായത് കാശ്മീരി ചില്ലി പൗഡർ ഒരു പിഞ്ചെടുത്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ കൂടെ ഒരു നമുക്ക് നമ്മുടെ ബ്ലാക്ക് സോൾട്ട്, അത് ഇതിന് ഒത്തിരി ടേസ്റ്റ് കിട്ടുന്നതാണ്, അതും ഒന്ന് സ്പ്രെഡ് ചെയ്തു. കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടി അതും കൂടി ചേർത്താൽ ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ തൈരെല്ലാം ഈ വട വലിച്ചെടുക്കും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ദഹി വട നമുക്ക് റെഡി ആയിട്ടുണ്ട്.